വയനാട് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് രാഹുലിന് ഇപ്പോഴും കൃത്യമായി ഉത്തരമില്ല. വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ചിരിയിലൊതുക്കി ഒളിച്ചു കളിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമില്ലെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിക്കുമ്പോഴും രാഹുൽ ഗാന്ധി പിടികൊടുക്കുന്നില്ല. സംസ്ഥാനം ഒന്നടങ്കമാണ് രാഹുലിനോട് വയനാട്ടിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് അതിപ്രസരമുണ്ടായെന്ന PC ചാക്കോയുടെ ആരോപണത്തോട് ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ലെങ്കിലും കാര്യങ്ങൾ അതുതന്നെയാണ്, സത്യമാണ്. ഗ്രൂപ്പ് അതിപ്രസരം തന്നെയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി കോൺഗ്രസിന്റേത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസ് അധ്യക്ഷനുമേൽ സമ്മർദ്ദമേറുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിനു വേണ്ടി മുതിർന്ന നേതാക്കൾ രാഹുലുമായി ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുന്നു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ സഹായിക്കുമെന്ന് നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടായി. അവരുടെ അഭിപ്രായവും നിലപാടും പ്രധാനപ്പെട്ടതാണ്. അമേഠിയിലും വയനാടും രാഹുൽ ജയിച്ചാൽ അമേഠി രാജിവെച്ച് അവിടെ പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം ഇടതുമുന്നണിയെ കൂടുതൽ അകറ്റാനേ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കൂ എന്ന് മറ്റു ചില നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ ഇടതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്നാണ് മറുവാദം. രാഹുലിനെ നേരിടാൻ സ്മൃതി ഇറാനിയെ BJP വയനാട്ടിൽ ഇറക്കുമെന്ന സൂചനയുമുണ്ട്. അത് BJPക്ക് കേരളത്തിൽ കൂടുതൽ ഇടമുണ്ടാക്കി കൊടുക്കുമെന്ന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നവർ പറയുന്നു. അതായത് അമേഠിയിൽ സ്മൃതിയെ പേടിച്ച് രാഹുൽ വയനാട്ടിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞവർ ഇപ്പോൾ വീണ്ടും രാഹുലിനെ എതിർക്കാൻ സ്മൃതി ഇറാനിയെ വയനാട് കൊണ്ടുവന്നാൽ അത് BJPക്കുള്ള പുതിയ കളമൊരുക്കലാകും, അവിടെ വലിയ അടിയറവ് കോൺഗ്രസിന് പറയേണ്ടി വരും എന്ന സൂചനകളാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഇപ്പോൾ CPM-ഉം CPI-യുമായി ഒരു രമ്യതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനൊരു വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ, മാത്രമല്ല ഇടതുമുന്നണിയെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ അകറ്റാൻ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കൂ എന്നും മറ്റു ചില നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒപ്പം ദേശീയത്തിൽ ഇടതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്ന മറുവാദം ഇതിനെ രാഹുൽ എങ്ങനെ എടുക്കും? അതോ അമേഠിയിൽ നിന്ന് മാറി ആ ഒരു സേഫ് സോണിൽ പ്രിയങ്കയെ ഇറക്കി കളിക്കുമോ? ഉത്തർപ്രദേശിലെ മണ്ണിൽ പ്രിയങ്ക തുടങ്ങി വെച്ച തേരോട്ടം അമേഠിയിലൂടെ നടപ്പാക്കാൻ രാഹുൽ ശ്രമിക്കുമോ? സോണിയാഗാന്ധി ഇതിന് മൗനാനുവാദം നൽകുമോ? ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.